അൺമാസ്കിങ്ങിന്റെ ദുഃഖവും ഷാമുവിന്റെ സ്വപ്നവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചകളിലൊന്ന്. ഈ തർക്കത്തിന്റെ കാരണവും അതിനുള്ള ഞങ്ങളുടെ അഭിപ്രായവും പറയാം. തന്റെ ഒരു ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോയിൽ ഷാമുൻ എന്ന കോണ്ടന്റ് ക്രിയേറ്റർ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വെർജിൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു ഫോളോവറുടെ ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നു. ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നല്ല, അപ്പൊ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. എനിക്ക് ഇന്നെപ്പോലെ തന്നെ ഒരാളെ കെട്ടാനാണ് എന്റെ ആഗ്രഹം. എന്റെ വൈബിനനുസരിച്ച് ഒരു പെണ്ണിനെ കെട്ടാനാണ് ആഗ്രഹം. കല്യാണത്തിന് മുമ്പോൾ എന്ത് കാണിച്ചാലും എനിക്കൊരു തേങ്ങയില്ല. നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഇപ്പോഴും ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടെന്നും കന്യകാത്വം എന്നത് തന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമേ അല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് പലർക്കും പ്രണയബന്ധങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അതിൽ ശാരീരിക ബന്ധങ്ങൾ ഉണ്ടാകുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണെന്നും അത് ഒരിക്കലും ഒരു തെറ്റായി കാണാൻ കഴിയില്ല എന്നുമാണ് ഷാമുൻ പറയുന്നത്. വിവാഹത്തിന് മുമ്പ് പങ്കാളിക്ക് എന്ത് ബന്ധങ്ങൾ ഉണ്ടായാലും തനിക്ക് പ്രശ്നമില്ലെന്നും എന്നാൽ വിവാഹശേഷം മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത് മാത്രമാണ് യഥാർത്ഥ പ്രശ്നമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്വന്തം ജീവിതത്തിൽ നിരവധി ശാരീരിക ബന്ധങ്ങൾ പുലർത്തുന്ന ആൺകുട്ടികൾ പോലും വിവാഹം കഴിക്കാൻ തങ്ങൾക്ക് കന്യകയായ പെൺകുട്ടി വേണമെന്ന് ശാഠ്യം പിടിക്കുന്നതിലെ ഇരട്ടത്താപ്പിനെ ഷാമുൻ കളിയാക്കുന്നുണ്ട്. തനിക്ക് തന്റെ വൈബിനൊപ്പമുള്ള ഒരു പങ്കാളിയാണ് ആവശ്യമെന്നും അവർ ക്രിസ്ത്യൻ, മുസ്ലിം അല്ലെങ്കിൽ മറ്റേത് മതസ്ഥരായാലും തനിക്ക് പ്രശ്നമില്ലെന്നും ഷാമുൻ പറയുന്നു. ചുരുക്കത്തിൽ പങ്കാളിയുടെ മുൻകാല ജീവിതത്തെയോ കന്യകാത്വത്തെയോ നോക്കി വിലയിരുത്താതെ പരസ്പരമുള്ള മനസ്സിലാക്കലിനും നല്ലൊരു ജീവിതത്തിനും പ്രാധാന്യം നൽകണമെന്ന പുരോഗമനപരമായ ആശയമാണ് അദ്ദേഹം ആ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ പൊതുബോധത്തോട് അത്ര ചേർന്ന് പോകാത്ത ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ കമന്റ് ബോക്സിൽ സ്വാഭാവികമായ ചില ചർച്ചകളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അപ്പോഴാണ് കഥയിലേക്ക് അൺമാസ്കിംഗ് അനോമലീസ് തങ്ങളുടെ മാസ് എൻട്രി നടത്തിയത്. സോഷ്യൽ മീഡിയ ഉപദേശക സമിതിയുടെ അമരക്കാരും സർവോപരി ഇസ്ലാമിക ആചാര സംരക്ഷകരുമായ UA ടീം ഈ വിഷയത്തെ സമീപിച്ചത് അവരുടെ പാരമ്പര്യ രീതികളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ്. ഷാമുൻ തന്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ എന്ന വിഷയത്തെ മൈൻഡ് പോലും ചെയ്യാതെ കന്യകാത്വം, അവിഹിതം, പ്രണയവിവാഹം എന്നീ മേഖലകളിലാണ് അവർ തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചത്. അതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ വിഷയത്തിൽ അൺമാസ്കിംഗ് ടീം ഉന്നയിക്കുന്ന ചോദ്യം എന്ത് അളവുകോലിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹശേഷം ഒരാളുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നതാണ്. പുരോഗമനവാദികൾ സാധാരണയായി വാദിക്കുന്നത് വിവാഹശേഷം ഒരാൾക്കുമേൽ അത്തരം ബന്ധനങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്നാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വിപരീതമായി പറയുന്നതെന്നാണ് അവരുടെ ചോദ്യം. ഇവിടെ ഫാസിസ്റ്റ് ആശയങ്ങളുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും അർദ്ധസത്യങ്ങൾ പറയുകയും സത്യത്തിന്റെ ഒരു വശം മാത്രം അവതരിപ്പിച്ച് തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിറം പിടിപ്പിച്ച കഥകൾ അതിനോട് ചേർത്ത് വെക്കുകയുമാണ് ഫാസിസത്തിന്റെ ആളുകൾ ചെയ്യാറുള്ളത്. ഒരാളുടെ സ്വതന്ത്രമായ ലൈംഗികതയിൽ നിയന്ത്രണങ്ങൾ വെക്കാൻ മറ്റാർക്കും അവകാശമില്ല എന്നത് അടിസ്ഥാനപരമായ കാര്യമാണ്. എന്നാൽ അതിനർത്ഥം ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്ണറെ പറ്റിക്കാമെന്നല്ല. ഒരു കപ്പിളിന് പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിംഗ് അവർ മാത്രമേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയുള്ളൂ എന്നാണെങ്കിൽ അതിലൊരു പാർട്ട്ണർ വേറൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അത് ചീറ്റിംഗ് ആണ്. വിവാഹം എന്നത് ഒരാൾ മറ്റൊരാൾക്ക് മേൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നതല്ല. അവിടെ അടിമയോ ഉടമയോ ഇല്ല, പങ്കാളികൾ മാത്രമാണ് ഉള്ളത്. ആ പങ്കാളികൾ പരസ്പരം എടുക്കുന്ന തീരുമാനങ്ങളാണ് ഒരു വിവാഹ ബന്ധത്തിന്റെ അടിസ്ഥാനമായി മാറേണ്ടത്. ഉദാഹരണത്തിന് വിവാഹശേഷം നമ്മൾ പരസ്പരം മാത്രമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നൊരു ധാരണ പങ്കാളികൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ പാലിക്കുക എന്നത് അവരുടെ അവകാശവും ഉത്തരവാദിത്വവുമാണ്. അത് ലൈംഗികതയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സാമ്പത്തിക തീരുമാനങ്ങൾ, വീട്ടുജോലികൾ, കുട്ടികൾ, ജീവിത ലക്ഷ്യങ്ങൾ തുടങ്ങി ഏത് കാര്യത്തിലായാലും ഇത്തരത്തിൽ പരസ്പര ധാരണയോടെ തീരുമാനങ്ങൾ എടുക്കാം. ആ അർത്ഥത്തിൽ തന്റെ വിവാഹശേഷം മാത്രം താനും പങ്കാളിയും തമ്മിൽ മാത്രമുള്ള ലൈംഗികതയിൽ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകാമെന്ന് ഷാമുൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ അവകാശമാണ്. പരസ്പര ധാരണയുടെ പുറത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവുമുണ്ട്. അൺമാസ്കിംഗ് ടീം ഉയർത്തുന്ന വേറൊരു ചോദ്യം കല്യാണത്തിന് മുമ്പ് അഫയേഴ്സ് ഉള്ള സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള ആളുകൾ അതേ സ്വഭാവം കല്യാണം കഴിഞ്ഞാലും തുടരില്ലേ എന്നാണ്. അതായത് ഒരാളുടെ സ്വഭാവം കല്യാണം കഴിഞ്ഞ ഉടനെ സഡൻ ബ്രേക്ക് ഇട്ട് നല്ലതാകുമോ എന്ന ഡൗട്ട്. ഇതൊരു വാലിഡ് സംശയമാണ്. ചീറ്റിംഗ് സ്വഭാവമായി കൊണ്ടു നടക്കുന്നവർ കല്യാണം കഴിഞ്ഞ ഉടനെ നന്നാകാനൊന്നും സാധ്യതയില്ല. അതുപോലെ പാർട്ട്ണറോട് ഇക്കാര്യത്തിൽ സത്യസന്ധത പുലർത്താത്തവർ, പാർട്ട്ണറുടെ ഇമോഷൻസ് കണക്കിലെടുക്കാത്തവർ ഇവരൊക്കെ പലപ്പോഴും അതേ രീതി തന്നെ പിന്തുടരാനാണ് സാധ്യത. പ്രശ്നം എന്തെന്നാൽ വെർജിനിറ്റിയും ഈ സ്വഭാവവും തമ്മിലുള്ള കൂട്ടിക്കെട്ടലാണ്. കല്യാണത്തിന് മുമ്പേ ഫിസിക്കൽ ബന്ധങ്ങളിലേക്ക് പോയവരെ ഈ ട്രെയിറ്റ് ഉള്ളവരെന്ന് പറയാനാകില്ല. ഈ ട്രെയിറ്റ് ഉള്ളവരെ അടുത്തിടെ പഴകുമ്പോൾ മനസ്സിലാക്കി ബന്ധങ്ങളിൽ നിന്ന് മാറിയവരുമുണ്ടാകാം. ഇതാണ് അൺമാസ്കിംഗ് ടീമിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു രീതി. രണ്ട് കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അതിൽ തെറ്റായ ഒരു കണക്ഷൻ ഉണ്ടാക്കി അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. അപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ബന്ധങ്ങളിൽ വേണ്ടത് സത്യസന്ധതയാണ്. എന്താണ് വേണ്ടത്, എത്തരം ബന്ധമാണ് ഉദ്ദേശിക്കുന്നത് എന്നതൊക്കെ പരസ്പരം വ്യക്തമാക്കുക, ഓപ്പണായി സംസാരിക്കുക. അല്ലാതെ ഒരാൾ അയാളുടെ സങ്കല്പത്തിലെ പാർട്ട്ണറെ കുറിച്ച് പറയുമ്പോൾ അവന് വെർജിനിറ്റി വേണ്ടായി എന്ന് പറഞ്ഞ് തെറി വിളിക്കുകയല്ല വേണ്ടത്. ഇനിയാണ് കൂട്ടത്തിലെ കൊമ്പനായ കന്യകൻ എന്ന വിഷയം കടന്നു വരുന്നത്. അൺമാസ്കിംഗ് ടീം മാത്രമല്ല ഷാമുവിന്റെ റീലിന്റെ കമന്റ്സിലും കുറെ പേർ കന്യകാത്വവാദവുമായി നിൽക്കുന്നത് കണ്ടിരുന്നു. സത്യത്തിൽ എന്താണ് കന്യകാത്വം? മുൻപൊക്കെ സ്ത്രീകളിലെ കന്യാചർമ്മമായിരുന്നു കന്യകാത്വം അളക്കുന്ന മെഷീൻ. സ്ത്രീകൾക്ക് മാത്രം ബാധകമായതുകൊണ്ടാകാം പുരുഷനിൽ ഇങ്ങനെ ഒരു ചർമ്മം കണ്ടെത്താൻ ആരും മെനക്കെട്ടിരുന്നില്ല. എന്നാൽ ഈ കന്യാചർമ്മം ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമല്ല നൃത്തം ചെയ്താലോ സൈക്കിൾ ഓടിച്ചാലോ പോലും ഇല്ലാതെയാകുന്ന ഒന്നാണ് എന്ന് അറിഞ്ഞ ശേഷം കന്യകാത്വവാദക്കാർ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നഷ്ടമാകുന്ന ഒന്നാണ് ഇതെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ ഏത് തരം ലൈംഗിക ബന്ധമാണത് എന്ന് ഇവരാരും പറയാറില്ല. ഉമ്മ വെച്ചാൽ, സെക്സ്റ്റിംഗ് ചെയ്താൽ, ഫോർപ്ലേ ചെയ്താൽ, ഹോമോസെക്ഷലായ രണ്ടുപേർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കൃത്യമായി എപ്പോഴാണ് കന്യകാത്വം നഷ്ടമാകുക എന്ന് കൂടി നിങ്ങളൊന്ന് വ്യക്തമാക്കിയാൽ നന്നാകുമെന്ന് തോന്നുന്നു. പുരുഷ മേധാവിത്വം ഉറപ്പാക്കാൻ
ഉറപ്പാക്കാൻ പുരുഷനുണ്ടാക്കിയ സാങ്കല്പികമായ ഇത്തരം യുക്തിരഹിത ക്രൈറ്റീരിയകൾ ഇപ്പോഴും നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ നിങ്ങൾ ഭൗതികമായി അല്പം കൂടി മെച്ചപ്പെടണമെന്ന് ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഷാമോന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് കണ്ട വേറൊരു ടൈപ്പ് കമന്റ് ഞാനൊരു വെർജിനാണ്, അതുകൊണ്ട് എനിക്കൊരു വെർജിനെ തന്നെ വേണം എന്നതാണ്. അതും പറഞ്ഞ് ആ റീലിട്ട വ്യക്തിയെ തെറി വിളിക്കുന്നതും കാണാം. എന്നാൽ അവരുടെ പ്രയോറിറ്റി പോലെ റീലിട്ട വ്യക്തിക്ക് വെർജിനിറ്റി അല്ല പ്രയോറിറ്റി എന്നതും അങ്ങ് അംഗീകരിച്ചാൽ പോരെ? അത് പറ്റില്ല. ഒരാണും അങ്ങനെ പറയാനേ പാടില്ല എന്നതാണ് അൺമാസ്കിംഗ് ടീമിന്റെയും കമന്റ്സ് ഇട്ട ചിലരുടെയും ചിന്താരീതി. അതായത് പെണ്ണിന്റെ വെർജിനിറ്റി എന്നും ആണിനൊരു പ്രശ്നമായിരിക്കണം എന്ന കടുംപിടുത്തം. ഇത്തരം കടുംപിടുത്തത്തെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുക. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് നീയും ചെയ്യരുത് എന്നല്ല. ഇനി ഒരു സാങ്കല്പിക സിറ്റുവേഷൻ കൂടി പറഞ്ഞ് നിർത്താം. രണ്ടുപേർ തമ്മിൽ പ്രണയമായി അവർക്കിടയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് പിന്നീട് അവർ ബ്രേക്കപ്പ് ആകുന്നു. ഇനി ഇതിലെ സ്ത്രീ കുറച്ചു കഴിഞ്ഞ് വേറൊരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അവരെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന് ഈ സ്ത്രീയുമായി എല്ലാ കാര്യത്തിലും നല്ല വൈബാണ്. അവർ തമ്മിൽ നല്ലൊരു വൈവാഹിക ജീവിതം ഉണ്ടാകുമെന്ന് മനസ്സിലായതുകൊണ്ട് അയാൾ ആ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു. ഇനി നേരത്തെ ബ്രേക്കപ്പ് ആയ ആ പുരുഷനും ഒരു കല്യാണം റെഡിയാകുന്നു. അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ അവരുടെ ഇന്ററാക്ഷൻസിൽ നിന്ന് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ വൈബ് ഒട്ടും സെറ്റ് ആകുന്നില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവർ തമ്മിൽ ഫുൾ പ്രശ്നങ്ങളാണ്. അങ്ങനെ പക്ഷെ അവൾ അയാളുടെ സങ്കല്പത്തിലെ വെർജിൻ ആയതുകൊണ്ട് അയാൾ അവരെ എന്തായാലും കല്യാണം കഴിക്കുന്നു. ഈ രണ്ട് സിറ്റുവേഷൻസിൽ ഏത് കപ്പിൾ ആയിരിക്കും ഹാപ്പിയായി ജീവിക്കുക? അപ്പൊ വെർജിനിറ്റിയാണ് നിങ്ങളുടെ മെയിൻ ക്രൈറ്റീരിയ എങ്കിൽ അതായിക്കോട്ടെ. പക്ഷെ പലരും അതിൽ നിന്നൊക്കെ എത്രയോ മുന്നോട്ട് പോയി എന്നതെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.